സതീശനെ വെല്ലുവിളിക്കരുത്. മുഖ്യമന്ത്രിയെ മൂക്കുകൊണ്ട് ഋത്വിക് റോഷൻ എന്ന് എഴുതിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നതിൽ പുലിമടയിൽ തലവെക്കുന്നതിന് തുല്യമാണെന്ന് നടൻ സലീംകുമാർ പറഞ്ഞു. യു.ഡി.എഫ് പ്രചരണവേദിയിൽ സംസാരിക്കവെയാണ് സലീംകുമാർ പരിഹസിച്ചത്. വി.ഡി. സതീശനെ വെല്ലുവിളിച്ചാൽ മുഖ്യമന്ത്രിയെ കൊണ്ട് മൂക്കുകൊണ്ട് ഋത്വിക് റോഷൻ എന്ന് എഴുതിക്കുമെന്നും നേരത്തെ മുൻ ധനമന്ത്രി തോമസ് ഐസനെ കൊണ്ട് ധൃതരാഷ്ട്രർ എന്നെഴുതിച്ച ആളാണ് സതീശനെന്നും സലീംകുമാർ പറഞ്ഞു. മാനസിക വെല്ലുവിളി നേരിടുന്നവരെ അധിക്ഷേപിച്ചു എന്ന പേരിൽ തനിക്കെതിരെ നൽകിയ പരാതി അടിസ്ഥാനരഹിതമാണെന്നും സലീംകുമാർ വ്യക്തമാക്കി. തന്നെ രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്ന് വിലക്കാനാണ് പരാതിക്കാരുടെ ശ്രമമെന്നും അദ്ദേഹം തുറന്നടിച്ചു. താൻ ഒരു സ്ഥാപനത്തെയോ വ്യക്തിയെയോ കളിയാക്കിയിട്ടില്ല. ഊളംപാറ എന്ന പേരിൽ ഒരു ആശുപത്രി നിലവിലില്ല. തന്റെ പ്രസംഗത്തിലുള്ള അമേരിക്കയിൽ നിന്ന് വന്ന പയ്യനും വ്യവസായിയും സാങ്കല്പിക കഥാപാത്രങ്ങൾ മാത്രമാണ്. മുഖ്യമന്ത്രി ആ രണ്ടുപേരുടെയും അഡ്രസ്സ് നൽകിയാൽ ഞാൻ അവരുടെ കാൽ പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒറ്റ പരിപാടിയിലൂടെ പ്രചരണം നിർത്തണമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. എന്നാൽ ആ ഒറ്റ പരിപാടി വൈറലായതോടെ സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെയും തന്റെ മകനെതിരെയും ആക്രമണങ്ങൾ ഉണ്ടായി. തന്നെ നിരന്തരം ചൊറിഞ്ഞ് കൊയിലാണ്ടി മുതൽ പത്തനാപുരം വരെയുള്ള നിരവധി വേദികളിൽ പ്രചരണത്തിനെത്തിച്ചത് അവരാണ്. തന്നെ പേടിപ്പിച്ച് വീട്ടിലിരുത്താമെന്ന് കരുതേണ്ട, ഇത് കണ്ണൂരല്ല എറണാകുളമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.